അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മരണവാർത്തയാണ്. നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത വാർത്ത. ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വൈകുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ തന്നെ വല്ലാതായി പോവുകയാണ്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ചില മരണവാർത്തകൾ നമ്മളെയേറെ സങ്കടപ്പെടുത്താറുണ്ട്. മരണപ്പെട്ടിരിക്കുന്നത് പൊന്നാനിയിലുള്ള മുഹമ്മദ് ഷിബിനാൻ എന്ന ഈ ഒരു 13 വയസ്സുകാരനാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു നമ്മളെ ഏറെ വേദനിപ്പിച്ച ആ ഒരു സംഭവം ഉണ്ടായത്. ഈ ഒരു മോനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മോനെ കിട്ടാൻ പുണ്യം ചെയ്യണം. ആ മാതാപിതാക്കളുടെ പുണ്യം തന്നെയാണ് ഈ ഒരു പൊന്നുമോൻ. ഇത് വെറുതെ പറയുന്നതല്ല. ആ കുട്ടിയെക്കുറിച്ച് അറിഞ്ഞു കേട്ടപ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ചുപോയി. ഇങ്ങനെയും മക്കളുണ്ടാവുമോ? ആരും ഒന്ന് കൊതിച്ചു പോകും ഇതുപോലൊരു മോനെ കിട്ടാൻ. ആ മാതാപിതാക്കളുടെ പുണ്യം തന്നെയാണ് ആ പൊന്നുമോൻ. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു 13 വയസ്സുകാരൻ ചെയ്തു തീർത്ത നന്മകളാണ് ആളുകൾക്ക് പറയാനുള്ളത്. ഒരു മുതിർന്ന ആളുപോലും ചെയ്യാൻ മടിക്കുന്ന അത്രക്കും വലിയ നന്മകളാണ് ആ പൊന്നുമോന് ഈ ഒരു 13 വയസ്സ് വരെ ചെയ്തുകൊണ്ടിരുന്നത്. ആരെ കൊണ്ടും ബുദ്ധിമുട്ടിക്കാത്ത ഒരു മോൻ, ആരെ കൊണ്ടും പറയിപ്പിക്കാത്ത നല്ലൊരു പൊന്നുമോൻ. ആ പൊന്നുമോൻ്റെ നന്മ പ്രവൃത്തികൾ പടച്ചറബ് കണ്ടതുകൊണ്ടാവാം നേരത്തെ കാലത്തെ വിളിച്ചിരിക്കുന്നത്. ചില ആളുകൾ പറയാറില്ലേ, നല്ലവരെ നേരത്തെ വിളിക്കുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, മുതിർന്നവർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു പ്രായത്തിൽ ആ പൊന്നുമോൻ ചെയ്തു തീർത്തു. മാതാപിതാക്കളോടായിക്കോട്ടെ, സഹപാഠികളോടായിക്കോട്ടെ, ഗുരുനാഥന്മാരോടായിക്കോട്ടെ, അങ്ങനെ ഒരു സമീപനമായിരുന്നു ആ പൊന്നുമോൻ്റെത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും കുട്ടികളോ എന്ന് ചിന്തിച്ചു പോകും. ചിലർ മരണത്തിന് മുന്നോടിയായി പലതും ചെയ്തു വെക്കാറില്ലേ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടാറില്ലേ. അതുപോലെ ഈ പൊന്നുമോനും മരണത്തിൻ്റെ സൂചനയായിട്ടായിരിക്കാം മരണത്തിന് മുന്നോടിയായി ആ പൊന്നുമോന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു. ഈ ഒരു റമദാൻ മാസത്തിന് മുന്നോടിയായി അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ അവൻ ചെയ്തു വെച്ചു. എന്തെങ്കിലും സൂചന കിട്ടിയിട്ടാവാം, അല്ലാതെ എന്താ പറയണ്ടേ. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി വലിച്ചു നീട്ടി പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. ഞാൻ കരഞ്ഞു പോയാൽ പിന്നെ ഇത് മുഴുവനാക്കാൻ എനിക്ക് പറ്റില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പൊന്നുമോൻ്റെ മരണത്തിന് മുമ്പ് മിനിയാന്ന് പെരുന്നാൾ ഒരുക്കത്തിൻ്റെ ഭാഗമായി പലതും ഈ പൊന്നുമോന് കാട്ടിക്കൂട്ടിയിരുന്നു. വലിയ സന്തോഷത്തിലായിരുന്നു ആ മുഖത്ത്. മുടി വെട്ടിയും നേരത്തെ കാലത്തെ തന്നെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു അത്രേ. നേരത്തെ കാലത്തെ ഇങ്ങനെ ചെയ്തു വെക്കാറില്ല അത്രേ. ഈ പൊന്നുമോൻ്റെ ഉമ്മക്ക് പെരുന്നാൾ രാവിലെ അത്തർ വാങ്ങിക്കൊടുക്കാറുണ്ടത്രേ. അതും ഇന്ന് നേരത്തെയായിരുന്നു വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ആ ഉമ്മ ചോദിച്ചു അത്രേ, എന്താ ഇത്തവണ നേരത്തെ വാങ്ങിയത് എന്ന്. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ മോൻ പറഞ്ഞു അത്രേ, ഒന്നുമില്ല ഉമ്മ, അത് നേരത്തെ വാങ്ങാൻ തോന്നി എന്നായിരുന്നു മറുപടി. അങ്ങനെ പലതും നേരത്തെ കാലത്തെ ആ പൊന്നുമോന് ഒരുക്കി വെച്ചിരുന്നു. പൊന്നുമോൻ്റെ മയ്യത്ത് കണ്ടവരൊക്കെ പറയുന്നത്, ഉറക്കം നടിച്ച് കിടക്കുന്നത് പോലെ, ചെറിയൊരു ഇളം പുഞ്ചിരിയോടെ ഉറക്കം നടിച്ച് കിടക്കുന്നത് പോലെ, അങ്ങനെ ഒരു ഭാവത്തിലായിരുന്നു ആ കുഞ്ഞിൻ്റെ മുഖമുണ്ടായതെന്ന്. നമ്മളൊക്കെ ഉറക്കം നടിച്ചിട്ട് കിടക്കാറില്ലേ, അപ്പോൾ നമുക്ക് ചെറിയൊരു പുഞ്ചിരി ഉണ്ടാവാറില്ലേ, അതുപോലെ. അതൊക്കെ കേട്ടപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് രോമം എഴുന്നേൽക്കുകയാണ് ആ ഒരു മോനെക്കുറിച്ച് കേട്ടപ്പോൾ. ഇനി ആ പൊന്നുമോന് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത നല്ലൊരു അച്ചടക്കമുള്ള ഒരു പൊന്നുമോനാണ്. എവിടെ പോകാനാണെങ്കിലും പറയേണ്ടതില്ല, കണ്ടറിഞ്ഞ് ചെയ്യും. അവൻ്റെ കാര്യം അവൻ തന്നെ ചെയ്യും. പള്ളിയിലൊക്കെ നിറസാന്നിധ്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു മോനാണ്. നേരത്തെ കാലത്തെ പള്ളിയിലെത്തും. നോമ്പ് തുറന്ന ഉടനെ തന്നെ പള്ളിയിലെത്തും. തറാവിയക്ക് നേരത്തെ കാലത്തെ അവിടെ സീറ്റ് പിടിക്കും. അങ്ങനെ അന്നൊരു ദിവസം തറാവിയും നിസ്കരിച്ച് സുബഹിന് മുന്നോടിയായി ഒരു നിസ്കാരമുണ്ട്, ഖിയാമുൽ ലൈൽ നിസ്കാരം. ആ ഒരു നിസ്കാരവും കഴിഞ്ഞ് പുലർച്ചെ നോമ്പ് നോൽക്കാനുള്ള അത്താഴം കഴിക്കാൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഒരു 3-4 മണിയായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അങ്ങനെ ഹനീന ടീ സ്റ്റാളിൻ്റെ മുൻവശത്തേക്ക് നടന്നു വരുമ്പോൾ പെട്ടെന്നൊരു ബൈക്ക് വന്നിടിച്ച് ആ പൊന്നുമോന് അപകടമുണ്ടാവുകയാണ്. ഉടനെ തന്നെ നാട്ടുകാരൊക്കെ കൂടി എത്രയും പെട്ടെന്ന് പല ആശുപത്രികളിലും കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം മുൻകൂട്ടി ഒരുക്കി വെച്ചു. ആ പൊന്നുമോന്
റബ്ബിലേക്ക് മടങ്ങി. ചെറുപ്രായത്തിലെ മുതിർന്നവർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് ആ പൊന്നുമോൻ ഇതുവരെ ചെയ്തു കൂട്ടിയത്. ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്തിട്ടാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയത്. പള്ളിയിലൊക്കെ ആ മോനെക്കുറിച്ച് ചോദിച്ചാൽ അറിയാത്തവരായി ആരും തന്നെ ഇല്ല. അവിടെ നിറസാന്നിധ്യമായി എന്നും ഉണ്ടാകാറുണ്ടത്രേ. നേരത്തെ കാലത്ത് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും സുപരിചിതനാണ് മുഹമ്മദ് ഷിബിനാൻ എന്ന ഈ ഒരു പൊന്നുമോൻ. ഈ ഒരു റമദാനിലെ പുണ്യമാസത്തിൽ തന്നെ പൊന്നുമോനെ റബ്ബ് വിളിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പൊന്നുമോൻ പോയിരിക്കുന്നത് പടച്ച റബ്ബിലേക്കാണ്. ഇവിടെ ജീവിക്കുന്ന അവൻ്റെ കുടുംബമുണ്ട്, അവൻ്റെ മാതാപിതാക്കളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. വേറെ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത നിങ്ങളെ അറിയിക്കാനുള്ളത്, അപ്രതീക്ഷിതമായി എത്തിയ ഈ ഒരു മരണം, 3 മക്കളെയാണ് തനിച്ചാക്കി ഷംന എന്ന ഈ ഒരു സഹോദരി പടച്ച റബ്ബിലേക്ക് മടങ്ങിയത്. പത്തനാപുരത്തെ നടുക്കിയ ആ ഒരു വാർത്ത ഒടുവിൽ വേദനയായി മാറി. നല്ലൊരു മാസം, നല്ലൊരു ദിവസമാണ് മരണപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മരണകാരണങ്ങൾ കേൾക്കുമ്പോഴാണ് നെഞ്ചിടിച്ചു പോകുന്നത്. അടുപ്പിൽ തീ കത്തിക്കുന്നതിനിടെ വസ്ത്രത്തിൽ തീ പിടിക്കുകയായിരുന്നു ഷംന മുജീബ് എന്ന ഈ ഒരു 27-കാരിക്ക്. വസ്ത്രത്തിൽ തീ പടർന്ന് പിടിക്കുകയും ചികിത്സയിലായിരിക്കെയാണ് മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വെറും ഒരു നിമിഷത്തെ അശ്രദ്ധ മതി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്നും അകന്നു പോകാമെന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു മരണം. ഓരോ മരണത്തിലൂടെയും പടച്ച റബ്ബ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഓരോരോ ഓർമ്മപ്പെടുത്തലുകളാണ്. അടുപ്പിൽ തീ കത്തിക്കാൻ പെട്രോളും ഓയിലും കലർന്ന മിശ്രിതം ഉപയോഗിച്ചതാണ് ഇത്രയും വലിയൊരു അപകടത്തിന് കാരണമായത്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് എല്ലാം നടക്കണമെന്ന് കരുതി എന്തൊക്കെയോ നമ്മൾ കാട്ടിക്കൂട്ടുമ്പോൾ, നമ്മൾ ഓരോ കാര്യത്തിനും ധൃതി കാട്ടുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നത് നമ്മൾ കാണില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മരണമെന്നുള്ളത് പടച്ചറബിന്റെ കലാഹ് തന്നെയാണ്. പക്ഷേ നമ്മുടെയൊന്നും മരണം ആത്മഹത്യ പോലെയാവരുത്. അറിഞ്ഞുകൊണ്ട് ദുരന്തത്തിലേക്ക് ചെന്ന് ചാടരുത്. നമുക്ക് പടച്ചറബ് ബുദ്ധി തന്നിട്ടുണ്ട്, ശക്തി തന്നിട്ടുണ്ട്. ചിന്തിക്കുക. 2 ഓപ്ഷനുകളുണ്ട്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. തീരുമാനങ്ങൾ നമുക്ക് വിട്ടു തന്നതാണ് പടച്ചറബ്. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, നല്ലതും കെട്ടതും തിരഞ്ഞെടുക്കാനുള്ളത്. 3 പിഞ്ചുമക്കളെയും ഭർത്താവിനെയും തനിച്ചാക്കി ആ ഉമ്മ ഇന്ന് യാത്രയാകുമ്പോൾ ഇനി ഒരു കുടുംബത്തിലും ഇതുപോലൊരു അപകടം വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന കുടുംബമായിരുന്നു പെട്ടെന്ന് ഇതുപോലൊരു അവസ്ഥയിലെത്തിപ്പെട്ടത്. ചിന്തിക്കുക, ഓർക്കുക. തീരുമാനങ്ങൾ നമ്മുടേത് തന്നെയാണ്. പടച്ചറബ് നമുക്ക് തന്നിരിക്കുകയാണ് സ്വാതന്ത്ര്യം. ഇതുപോലെ ഏറെ വേദനിപ്പിച്ചൊരു മരണവാർത്തയായിരുന്നു കഴിഞ്ഞ റമദാനിന്റെ മുന്നോടിയായി ബറാത്ത് രാവിൽ അക്കും മൂലയും വൃത്തിയാക്കി പറമ്പിലെ ഒരു മൂലയിലിട്ട് കത്തിക്കുമ്പോൾ ഇതുപോലെ തന്നെ തീ പടർന്ന് ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി. ആ ഒരു വേദന ഇന്നും നമുക്ക് വിട്ടുമാറിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ മരണവും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പടച്ചറബ്. ശ്രദ്ധിക്കുക. ഈ ഒരു വാർത്ത നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അടുപ്പിൽ തീ കത്തിക്കാൻ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം അപകടമാണെന്ന് ഈ ഒരു മരണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുക. പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പടച്ചറബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, മുഹമ്മദ് ഷിബിനാൻ എന്ന 13 വയസ്സുകാരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. നിനക്കറിയാലോ റബ്ബെ, ആ പൊന്നുമോൻ ചെയ്ത നന്മ പ്രവൃത്തികൾ. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവൻ ചെയ്യാത്ത നന്മ പ്രവൃത്തികളില്ല റബ്ബെ. മുതിർന്നവർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു 13 വയസ്സിൽ ആ പൊന്നുമോൻ ചെയ്തു തീർത്തത് പടച്ചറബ്ബേ. ആ പൊന്നുമോന് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, ആ മാതാപിതാക്കളുടെ ഇന്നത്തെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, പുണ്യ റമദാനിന്റെ പ്രതിഫലം മുഴുവൻ ആ പൊന്നുമോന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. നാളെ സ്വർഗത്തിൽ ആ പൊന്നുമോനെയും മാതാപിതാക്കളെയും നീ ഒരുമിപ്പിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഷംന എന്ന ഈ ഒരു സഹോദരി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ.
പടച്ച റബ്ബേ, അപകട മരണമാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, 3 മക്കളുടെ ഉമ്മയാണ് റബ്ബേ. ഉമ്മയില്ലാത്ത വിഷമം ആ മക്കളെ നീ അറിയിക്കല്ലേ റബ്ബേ. ആ മക്കളെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും ആ മക്കളെ നീ അറിയിക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.